ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും യാക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ അഥവാ മധ്യകാലഘട്ടം എന്ന് പറയുന്ന മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന പാഠത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. Today we are going to study about the socio-economical status that existed in medieval India. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. The European travelers and traders who visited India at that time recorded about the society during the Mughal rule. A feudal social system existed at that time and society was divided into different stratas. അപ്പോൾ പറയാണ്, നമ്മുടെ മധ്യകാലഘട്ടത്തിൽ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് യൂറോപ്യൻ സഞ്ചാരികളും കച്ചവടക്കാരും വന്നിരുന്നു. അവർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരെന്ത് ചെയ്തു, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യമാണ്, എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ സിസ്റ്റം അഥവാ സാമൂഹ്യ വ്യവസ്ഥ എന്ന് ഒരു ഫ്യൂഡൽ സമ്പ്രദായമാണ്. ഫ്യൂഡൽ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ജന്മിത്ത വ്യവസ്ഥ എന്നാണ് നമ്മൾ പറയുന്നത്. അഥവാ നമുക്കറിയാം, ഭൂപ്രഭുക്കന്മാരുണ്ട്. ഭൂപ്രഭുക്കന്മാരുടെ കീഴിൽ ഒരുപാട് കർഷകരുണ്ടാവും. അവരെന്ത് ചെയ്യുമായിരുന്നു, ഈ ഒരു ഭൂപ്രഭുക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ള, രാജാവിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഭൂപ്രഭുക്കന്മാരുടെ ആ ഒരു ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു ഇവിടെ പ്രിവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ മുഗൾ ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് അവർ രേഖപ്പെടുത്തുന്നു. അതുമാത്രമല്ല, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. ഒരുപാട് വിഭാഗങ്ങളായിട്ട് സമൂഹത്തെ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ വേർതിരിച്ച് ചെയ്തിരുന്നു അഥവാ ക്ലാസിഫൈ ചെയ്തിരുന്നു. നമുക്ക് നോക്കാം. ദ കോമൺ മാൻ വാസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സൊസൈറ്റി ആൻഡ് വിത്ത് ദി കിങ് അറ്റ് ദി ടോപ്പ്. അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുണ്ടായിരുന്നത് ആരാണ്? കോമൺ മാൻ, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സമൂഹത്തിൻ്റെ, സൊസൈറ്റിയുടെ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത്. ഇനി സൊസൈറ്റിയിലെ ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ദ കിങ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുണ്ടായിരുന്ന ആരാണ്? രാജാവാണ്. ഏറ്റവും താഴെ തട്ടിലുണ്ടായിരുന്ന ആരാണ്? കോമൺ മാൻ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ദി വേജസ് ആൻഡ് ഇൻകം. അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം കണക്കാക്കിയിരുന്നത് അവർക്ക് ലഭിച്ചിരുന്ന കൂലിയുടെയും അതേപോലെ തന്നെ സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ഇനി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെർ ഫാമേഴ്സ്. അവിടെയുള്ള ആളുകളിൽ കൂടുതൽ ആളുകളും ആരാണ്? കർഷകരായിട്ടുള്ള ആളുകളാണ്. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് ദർ. അവിടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഇനി ഓരോ ജാതിക്കും എന്തുണ്ടായിരുന്നു? അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് ട്രാവലർ ആയിട്ടുള്ള ടവർണിയർ എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു മുഗൾ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്ത്യയിൽ കണ്ട കാര്യത്തെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയതാണ്, ദർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസസ് ഇൻ ദി വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് ദി പീപ്പിൾ. മുഗൾ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിൽ വൈഡ് ഡിഫറൻസസ് ഇൻ ദി വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ്, ക്ലോത്തിങ് ഓഫ് പീപ്പിൾ. ആളുകളുടെ വസ്ത്രധാരണത്തിലും അതേപോലെ തന്നെ ആളുകളുടെ ഭക്ഷണ രീതിയിലും ജീവിത രീതിയിലും എല്ലാം തന്നെ വളരെ വലിയ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് ഫ്രഞ്ച് ട്രാവലർ ആയിട്ടുള്ള, സഞ്ചാരിയായിട്ടുള്ള ടവർണിയർ എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അത് കൂടാതെ മറ്റൊരു വ്യക്തി, ഒരു ഇംഗ്ലീഷ് ട്രാവലർ ആയിട്ടുള്ള റാൽഫ് ഫിച്ച്, അദ്ദേഹം എന്ത് ചെയ്തു, മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യം എന്താണ് നമുക്ക് നോക്കാം. ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വേർ ലാർജർ ദാൻ ദി സിറ്റി ഓഫ് ലണ്ടൻ. ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു നഗരത്തെക്കാൾ വലിയ നഗരമായിരുന്നു ഏത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആഗ്രയും ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന 2 നഗരങ്ങളും എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ട്രാവലർ ആയിട്ടുള്ള റാൽഫ് ഫിച്ച് മുഗൾ സാമ്രാജ്യത്തിൽ വന്ന സമയത്ത് അദ്ദേഹം നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് വാസ് ഓൾവേസ് ബസ്ലിംഗ് വിത്ത് പീപ്പിൾ. അവിടെ ആളുകളെ കൊണ്ട് എപ്പോഴും എവിടെ തിരക്കായിരുന്നു? ആഗ്രയിലും ഫത്തേപൂർ സിക്രിയിലും തിരക്കായിരുന്നു. ദ 12-mile ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് സിറ്റീസ് വർ ഫിൽഡ് വിത്ത് മാർക്കറ്റ്സ് സെല്ലിംഗ് ഫുഡ് ആൻഡ് അതർ ഐറ്റംസ് ഓൾ അലോങ് ദി വേ. അപ്പോൾ ഈ 2 നഗരങ്ങൾക്കിടയിലുള്ള 12 മൈൽ ദൂരം എന്ന് പറയുന്നത് ഫീൽഡ് വിത്ത് മാർക്കറ്റ്സ്, ഒരുപാട് മാർക്കറ്റുകളും അതേപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലണ്ടനേക്കാളും വളരെ മികച്ച രീതിയിലുള്ള 2 സിറ്റീസ് ആയിരുന്നു ആഗ്രയും ഫത്തേപൂർ സിക്രിയും നമ്മുടെ മുഗൾ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് റാൽഫ് ഫിച്ച് രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ 2 ട്രാവലേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങളോട് എക്സാമിന് ചോദിക്കും, വാട്ട് ഡിഡ് ടവർണിയർ, ദി ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ, ഹാസ് നോട്ടഡ് അബൌട്ട് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ടവർണിയർ വന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതേപോലെ നമ്മുടെ റാൽഫ് ഫിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് എക്സാമിന് ചോദിക്കാൻ, 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട എക്കോണമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റിൻ്റെ ബേസിലായിരുന്നു.
നമ്മൾ കണ്ടു ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും എന്തായിരുന്നു, ഫാമേഴ്സ് ആണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചല്ലേ. ദ അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ് വർ ദി ബേസിസ് ഫോർ ദി എക്കോണമിക്കൽ പ്രോഗ്രസ്. ഇവിടെയുള്ള സാമ്പത്തിക പുരോഗതിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള പുരോഗതിയായിരുന്നു. ഇനി ഇവർ പ്രധാനമായിട്ടും എന്തൊക്കെ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ റൈസ് ഉണ്ട്, അതേപോലെ വീറ്റ് ഉണ്ട്, ഗോതമ്പുണ്ട്, ബാർലി ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഓയിൽ സീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കാർഷിക വിളകളെല്ലാം തന്നെ ഇവർ എന്ത് ചെയ്തു, ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരുന്നു. ഇനി നമ്മുടെ അബുൽ ഫസൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഇദ്ദേഹം നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ അഡ്വൈസറായിരുന്നു. അദ്ദേഹത്തിന് ഭരണകാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിലൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു അഡ്വൈസറായിരുന്നു നമ്മുടെ അബുൽ ഫസൽ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് അബുൽ ഫസൽ ഇൻ ഈസ് ബുക്ക് ഐൻ ഐ അക്ബറി. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഐൻ ഐ അക്ബറി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, ഇന്ത്യൻസ് കൾട്ടിവേറ്റഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ്. വിവിധ വിധത്തിലുള്ള എന്ന് വെച്ചാൽ പലതരത്തിലുള്ള നെല്ല് നമ്മുടെ ഇന്ത്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അദ്ദേഹം പ്രധാനമായിട്ടും 2 ബുക്സ് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ പേരാണ് എയിൻ ഐ അക്ബറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേരാണ് അക്ബർ നാമ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഏതെല്ലാം രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ ടെക്നോളജിയും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ടൂൾസും നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ളതാണ്. ഒന്നാമത്തേതായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. പേർഷ്യൻ വീലും രണ്ടാമത്തേത് കനാൽസ്. ഈ 2 കാര്യങ്ങൾ, ഈ 2 ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇവർ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ് നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പേർഷ്യൻ വീലിൻ്റെ ചിത്രം കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഓരോ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീൽ ഇങ്ങനെ കറക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുളത്തിൽ നിന്ന് എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ എടുത്ത് കോരിയെടുത്ത് ഇങ്ങോട്ടേക്ക് ഒഴിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ചെറുതായിട്ട് വഴി ഇങ്ങനെ വെട്ടിവിടും. അപ്പോൾ ഈ വെട്ടിവിടുന്ന വഴി കൂടി ഇതെന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ ഒലിച്ച് ചെന്ന് ഇവരുടെ പാടത്തേക്കൊക്കെ ഒഴുകി ചെന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരാൾ ഇവിടുന്ന് കറക്കി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഇതിനെയാണ് പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ പേർഷ്യൻ വീലും കനാലുകളും ഇവർ ഉപയോഗിച്ചതോടുകൂടി ഇവർക്ക് എന്തായി മാറി, ഇറിഗേഷൻ ഫെസിലിറ്റീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അഥവാ ഇവരുടെ കൃഷി നല്ല രീതിയിൽ വളരാനായിട്ട് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. സോ അത് നമുക്ക് മനസ്സിലായി. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വിച്ച് ലീഡ്സ് ടു ദി ആക്സിലറേറ്റഡ് ദി ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. നല്ല രീതിയിൽ കൃഷി വർദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് കച്ചവടത്തിലേക്കും അതേപോലെ തന്നെ അർബനൈസേഷനിലേക്കും ഇത് നയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൃഷി നല്ല രീതിയിൽ വർദ്ധിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ക്രോപ്സ് കിട്ടി. അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും ക്രോപ്സ് ബാക്കിയായിട്ട് വരികയാണെങ്കിൽ ആ ക്രോപ്സ് നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യും, കച്ചവടം ചെയ്യും അല്ലേ. അപ്പോൾ ഇവരും ഇതേപോലെ തന്നെ എന്ത് ചെയ്തു, കച്ചവടം ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആളുകൾ പതിയെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, നഗരങ്ങളുടെ രൂപീകരണത്തിലേക്ക് അവർ മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ വില്ലേജസ് എല്ലാം തന്നെ ട്രേഡിങ്ങിലൂടെ അർബനൈസേഷനായിട്ട് മാറി. ഫോർ എക്സാമ്പിൾ, ഇവർ കച്ചവടം ചെയ്യുന്ന പ്രദേശത്തായിട്ട് ഒരുപാട് കരകൗശല വസ്തുക്കളും അതേപോലെ തന്നെ തുണിത്തരങ്ങളും ഒക്കെ കച്ചവടം ചെയ്യുന്ന ചെറിയ ചെറിയ മാർക്കറ്റുകൾ വന്നു. ഈ മാർക്കറ്റുകളോട് കൂടി ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ വളർന്നു വന്നു. അങ്ങനെ ഈ കെട്ടിടങ്ങളോട് കൂടി ചേർന്നുകൊണ്ട് ആളുകളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, താമസിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് എന്തിലേക്ക് നയിച്ചു, അർബനൈസേഷൻ, നഗരവൽക്കരണത്തിലേക്ക് നയിച്ചു. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് പ്രൊഡക്ട്സ് ഇവർക്ക് എന്നുവെച്ചാൽ ഇവർക്ക് സർപ്ലസ് ആയിട്ട് എന്നുവെച്ചാൽ മിച്ചമായിട്ട് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, അത് വിദേശ വ്യാപാരത്തിലേക്ക് അത് നയിച്ചു എന്നാണ് പറയുന്നത്. ഗുജറാത്ത് വാസ് ദി ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ വിദേശ വ്യാപാരത്തിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതായിരുന്നു, ഗുജറാത്ത് ആയിരുന്നു അല്ലേ. ഗുജറാത്തിൽ നിന്നായിരുന്നു ഇവരെന്ത് ചെയ്തത്, കപ്പൽ വഴി ജലമാർഗത്തിൻ്റെ സഹായത്തോടു കൂടി ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, വിദേശ വ്യാപാരം ചെയ്തിട്ടുള്ളത്. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. ഇനി ഇവർ പ്രധാനമായിട്ടും വിദേശ വ്യാപാരത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒന്നാമത്തേത് ഇതാണ്, ടെക്സ്റ്റൈൽസ്, നമുക്കറിയാം തുണിത്തരങ്ങൾ. രണ്ടാമത് മസ്ലിൻ എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മസ്ലിൻ എന്ന് പറയുന്നത്. ഇനി ഷുഗർ അതേപോലെ തന്നെ റൈസ് തുടങ്ങിയവയായിരുന്നു ഇവർ പ്രധാനമായിട്ടും കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതം എന്തായി മാറി, വളരെയധികം വളർച്ച കൈവരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ നഗരമാണ് ഇത് ധാക്ക, രണ്ടാമത്തെ മുർഷിദാബാദ്, മൂന്നാമത്തെ സൂററ്റ്, ലാഹോർ, ആഗ്ര തുടങ്ങിയിട്ടുള്ള സിറ്റീസാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ സിറ്റീസും
മുഗൾ കാലഘട്ടത്തിലുള്ള ഈ ഒരു സിറ്റീസ് നമ്മുടെ ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ധാക്ക എന്ന് പറയുന്നത് നമ്മുടെ ബംഗ്ലാദേശിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ മുർഷിദാബാദ് ആണ്. മുർഷിദാബാദ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലുള്ള വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഇനി മൂന്നാമത്തെ ലാഹോർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് രാജ്യത്താണത്? യെസ്, പാകിസ്ഥാനിലാണ്. ഇനി സൂററ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഗുജറാത്തിൽ ഉള്ളൊരു പ്ലേസ് ആണ് ഇത് സൂററ്റ് എന്ന് പറയുന്നത്. ഇനി ആഗ്ര എന്ന് പറയുന്നതോ നമ്മുടെ ഉത്തർപ്രദേശിലുള്ള ഉത്തർപ്രദേശിലുള്ള ഒരു പ്ലേസാണ് ആഗ്ര. അപ്പോൾ ഈ സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു. ആരുടെ കാലഘട്ടത്തിൽ? മുഗൾ കാലഘട്ടത്തിൽ. എന്തിൻ്റെ ഭാഗമായിട്ട്? ട്രേഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. ട്രേഡ് ചെയ്യാനായിട്ട് ഇവർക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്? അഗ്രികൾച്ചറൽ ഗ്രോത്ത് നല്ല രീതിയിൽ ആക്സലറേറ്റ് ചെയ്ത്, അല്ലേ, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. പ്രൊഡക്ടിവിറ്റി കൂടി. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്തു? കച്ചവടം ചെയ്തു. കച്ചവടം എന്തിലേക്ക് നയിച്ചു? നഗരവൽക്കരണത്തിലേക്ക് നയിച്ചു. നഗരവൽക്കരണം എന്തായി മാറി? രാജ്യത്തെ എക്കോണമിക്കൽ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവന്നു. മനസ്സിലായോ? യെസ്, ഓക്കെ, ഫൈൻ. സോ ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പുതിയ ടോപ്പിക്കാണ് ഇത്, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഏതെല്ലാം രീതിയിലുള്ള സംസ്കാരം അഥവാ സംസ്കാരത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ, കൂടിച്ചേരലുകൾ നമുക്ക് ഈ മുഗൾ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ദിസ് ഈസ് ദി ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദി മുഗൾ ഇറ. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ നമ്മുടെ മഹാഭാരതം എഴുതിയിട്ടുള്ളത് സാൻസ്കൃതിലാണ്, നമുക്കറിയാം അല്ലേ. സാൻസ്കൃത് അഥവാ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ളത് ഏതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യൻ ഭാഷയിലേക്ക് മുഗൾസ് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാര, ദ സൺ ഓഫ് ദി മുഗൾ റൂളർ ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ്റെ മകനായിട്ടുള്ള ദാരയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. മുഗൾ സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും തമ്മിൽ ഇടകലർന്നുകൊണ്ട് കൂടിച്ചേരുന്ന ഒരു സംസ്കാരം എന്ത് ചെയ്യുകയാണ്? ബ്ലെൻഡ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മഹാഭാരതം സാൻസ്കൃതിൽ എഴുതിയിട്ടുള്ളതാണ്. അതിനെ ഏതിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു മുഗൾസ്. അപ്പോൾ ഈ രീതിയിലൊരു ബ്ലെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് സംസ്കാരങ്ങളുടെ ഒരു ഒത്തുചേരൽ, ഒരു ഐക്യത്തെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് മറ്റ് ചില എക്സാമ്പിൾസ് കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ദ താജ്മഹൽ ഉണ്ട്, ആഗ്ര ഫോർട്ട് ഉണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈൽ വിത്ത് പേർഷ്യൻ സ്റ്റൈൽ ബ്രോട്ട് ഹിയർ ബൈ മുഗൾസ്. അപ്പോൾ ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയും അതേപോലെ തന്നെ പേർഷ്യൻ സ്റ്റൈലിൻ്റെയും ഒരു ഫ്യൂഷനാണ് ഇത് നമ്മുടെ താജ്മഹൽ. നമ്മൾ ഇന്ന് കാണുന്ന താജ്മഹലും ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് രണ്ട് വാസ്തുവിദ്യാ ശൈലികളുടെ കൂടിച്ചേരൽ അഥവാ സമന്വയമാണ്. ഏതിൻ്റെയൊക്കെയാണ്? ഇന്ത്യയുടെ ആർക്കിടെക്ചറൽ സ്റ്റൈലും അതേപോലെ തന്നെ മുഗൾസിൻ്റെ പേർഷ്യൻ സ്റ്റൈലും കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ഫ്യൂഷനാണ് നമ്മുടെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ചിത്രം കാണുന്ന സമയത്ത് മനസ്സിലാവും അല്ലേ? നമ്മുടെ ഇന്ത്യൻ വാസ്തുവിദ്യയും അതേപോലെ തന്നെ പേർഷ്യൻ വാസ്തുവിദ്യയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഇനി അത് കൂടാതെ പുതിയൊരു ലാംഗ്വേജ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പേർഷ്യൻ ലാംഗ്വേജും നമ്മുടെ ഹിന്ദി ലാംഗ്വേജും കൂടെ കൂടി ചേർന്നുകൊണ്ട് അതിൻ്റെ ഫ്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇത് നമ്മുടെ ഏത് ലാംഗ്വേജ്? യെസ്, ഉറുദു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നതും ഈ രീതിയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മുഗൾ എംപയർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും 2 സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തേത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മുഗൾ എംപയർ. രണ്ടാമത്തേന്ന് പറയുന്നത് ഏതാണ്? വിജയനഗര റൂളാണ്. ഓക്കെ, ഫൈൻ.